ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ അപ്ഡേറ്റ് ആണ് പറയുന്നത്. അതിൽ ഇസ്രായേലിന്റെ കാര്യത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ടൈം മാഗസീൻ ഇസ്രായേലിന്റെ ഓപ്പറേഷനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇസ്രായേൽ എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്, IDF എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിവരം അവർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണങ്ങളെല്ലാം പദ്ധതിയിടുന്നത്. അത് കൃത്യമായിട്ട് എയർ സ്ട്രൈക്കും അതേപോലെ AI ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് ഈ ഒരു IDFന്റെ ഒരു കൺട്രോളർ, അതായത് ഈ കമാൻഡിങ് ഓഫീസർ ആയിട്ടുള്ള ഒരു കൺട്രോളർ ഓഫീസിൽ ഇരുന്നുകൊണ്ട് വൈഡ് റേഞ്ച് ഉള്ള സ്ക്രീനുകളിലാണ് ഈ കംപ്ലീറ്റ് ഹൈ റെസൊല്യൂഷനോടുകൂടി ക്ലാരിറ്റിയോടുകൂടി ആ സ്ഥലങ്ങളൊക്കെ സൂം ചെയ്യുകയും കൃത്യമായി ഗൈഡൻസ് കൊടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള അറ്റാക്കിംഗ് ആണ് നടത്തുന്നത്. അപ്പൊ ഇത് പ്രീവിയസ് ഇൻഫർമേഷൻസ് ഓൾറെഡി കൊടുത്തിട്ട് പ്രയർ നോട്ടീസ് ഒക്കെ കൊടുത്ത് ടൈം ലൈൻ ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ആൾക്കാർക്ക് ഇവാക്യുവേറ്റ് ആയി പോകുന്ന ആൾക്കാർക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ലാവിഷ് ആയിട്ടുള്ള ടൈം കൊടുത്തിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ മനഃപൂർവ്വം അവരുടെ കൂടെ ഈ തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർ, ഹമാസിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ കൂടെ ഉള്ള ഫാമിലീസ് നിർബന്ധപൂർവ്വം അവരുടെ കൂടെ തന്നെ താമസിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കാഷ്വാലിറ്റീസ് ഉയർന്നു പോകുന്നത്. അതായത് സിവിലിയൻ കാഷ്വാലിറ്റിയെ കുറിച്ചാണ് അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത്. ഇത്രയും AI ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തിട്ടും ഈ ഒരു കാഷ്വാലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ സാധാരണഗതിയിൽ നടന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കാഷ്വാലിറ്റി ഉണ്ടാവും. ഇതില് ഈ റിപ്പോർട്ടിലും അവർ പറയുന്നത് ഇത് പാലസ്തീനിൽ ഹമാസ് റിപ്പോർട്ടേഴ്സ് പറയുന്ന നമ്പർ ആണെന്നാണ് അവർ വീണ്ടും ഇതിനകത്ത് ആവർത്തിച്ച് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് എവിടെയും അല്ലാതെ ഇത് ഇത്രയും കൃത്യമായ എണ്ണത്തിൽ ഈ ഒരു കാഷ്വാലിറ്റി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയം പല മേഖലകളിൽ നിന്നും വരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ന്യൂസുകളൊക്കെ പറയുന്നത് 15 പേര് 16 പേര് ആ രീതിയിലുള്ള മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. എവിടെയും 600 700 250 ഇങ്ങനെയൊന്നും കാഷ്വാലിറ്റീസ് എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ കാഷ്വാലിറ്റീസിന്റെ ഒരു ഹൈക്ക് ഇപ്പോഴത്തെ റിപ്പോർട്ട് 45,000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 11 15 100 50 ഇതൊക്കെയാണോ ഈ ഒരു 45,000 മാറിയത്? അപ്പൊ ഇതിൽ കൃത്യമായ ഒരു ഡൗട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇസ്രായേൽ അവരുടെ ഇന്റലിജൻസ് ഷിൻബെറ്റ് മൊസാദ് ഇതിന്റെ പുറകിൽ ഒരു വർക്ക് നടത്തുന്നുണ്ട്. അവർ കൃത്യമായിട്ട് ഇതിന്റെ എണ്ണം ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം പുറത്തുവിടും. അപ്പോഴാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സീക്രട്ട് വെളിയിൽ വരാൻ പോകുന്നത്. അതായത് ഏതെല്ലാം തരത്തിൽ ഇവർ ഫേക്ക് ന്യൂസുകൾ ഫേക്ക് നറേറ്റീവ് സൃഷ്ടിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ സൃഷ്ടിക്കുകയാണെന്നുള്ളതാണ് ഈ മൊത്തത്തിലുള്ള ഈ വാർത്തകൾ വെച്ചിട്ടും ഈ ഒരു നമ്പർ ഓഫ് ഡെത്ത് നോക്കുമ്പോഴത്തേക്കും, ഡെത്ത് ടോൾ അത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൽ ഒരുപാട് ഫേക്ക് നറേറ്റീവ്സ് ഉണ്ടെന്നാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ. ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് ഈ ഹൂത്തികളുടെ അറ്റാക്കിങ് കൂടെ എടുത്ത് ഇറാന്റെ തലയിൽ വെക്കുകയാണ്. അതായത് ഇറാൻ ഒരിക്കലും ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റത്തില്ല. അതായത് ഇറാന്റെ നേതൃത്വത്തോടു കൂടി തന്നെയാണ് ഹൂത്തികൾ ഇസ്രായേലിന്റെ മേളിൽ ആക്രമണം നടത്തുന്നത് എന്ന് ഊന്നി പറയുകയാണ്. അത് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ആവർത്തിച്ച് ഇവർ പറയുന്നത് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഇറാനിലേക്ക് തന്നെയാണ് ഈ ഒരു യുദ്ധത്തിന്റെ അവസാനം നീണ്ടു പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഈ ഇസ്രായേൽ വിരൽ ചൂണ്ടുന്നത് ഇറാനെ തന്നെയാണ്. അതായത് ബെഞ്ചമിൻ നെതന്യാഹു ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വർഷം തീരുന്നതിന് മുന്നേ, അത് പുതിയ വർഷം ജനിക്കുമ്പോൾ ആ വർഷത്തിന് മുമ്പ് തന്നെ ഇറാനിലേക്കുള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് പുള്ളി ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇറാന്റെ ന്യൂക്ലിയർ സ്പോട്ടുകളെല്ലാം അറ്റാക്ക് ചെയ്യണം തന്നെയാണ് ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്നത് ഇസ്രായേൽ. അടുത്ത ടാർഗറ്റ് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു വ്യക്തിയാണ്. അതായത് ഇതും നസറുള്ളയെ പോലെ തന്നെ വേറൊരു വ്യക്തിയാണ്. അബ്ദുൽ മാലിക് അൽ ഹൂത്തി എന്നാണ് പേര്. എനിക്ക് തോന്നുന്നു ഇയാൾക്ക് വേറൊരു പേരും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, അൻസാറുള്ള എന്നോ അങ്ങനെ എന്തോ ഒരു പേരുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ വന്നിരിക്കുന്ന ഒരു പേര് അബ്ദുൽ മാലിക് അൽ ഹൂത്തി എന്നാണ്. അപ്പൊ പുള്ളിയാണ് അടുത്ത ടാർഗറ്റ്. ഇത് യമനിലേക്ക് ഇസ്രായേൽ ഓൾറെഡി തന്നെ അവിടെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ഓൾറെഡി തന്നെ സ്പൈ പ്ലെയിനുമായിട്ടാണ് പോയിരിക്കുന്നത്. ഈ സ്പൈ പ്ലെയിനുമായിട്ട് പോകുമ്പോഴത്തേക്കും ആ സ്ഥലം മൊത്തത്തിൽ ഇസ്രായേൽ സ്റ്റഡി ചെയ്ത് കൃത്യമായ ഡേറ്റ ഉറപ്പുവരുത്തും. അതിൽ യാതൊരു മാറ്റമില്ല. കൃത്യമായ സ്ഥലങ്ങൾ മോണിറ്റർ ചെയ്യാനുള്ള ടെക്നോളജി ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. ഇതേപോലത്തെ സ്പൈ പ്ലെയിൻ കൊണ്ട് തന്നെയാണ് ഇറാന്റെ മേളിൽ പോയത്. ഇതുപോലെ തന്നെയാണ് ഓരോ സ്ഥലങ്ങളിലും പോകുന്നത്. അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോർത്താൻ വേണ്ടിയിട്ടാണ് യമൻ ഓൾറെഡി തന്നെ ചോർത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇനി ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ IDFന്റെ ഉദ്യോഗസ്ഥന സ്ക്രീനിലിരിക്കുന്ന കമാൻഡിങ് ഓഫീസിൽ അവിടെ ഇരുന്ന് കൃത്യമായിട്ട് പോയിന്റ് ചെയ്ത് കൊടുക്കും, ഇവിടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ അറ്റാക്കിംഗ് നടക്കും. നമ്മൾ വിചാരിക്കരുത് ഇവർ ജസ്റ്റ് ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് അവർക്ക് തോന്നുന്ന സ്ഥലത്ത് ബോംബിടുകയാണെന്ന്. അങ്ങനെയല്ല, കൃത്യമായിട്ട് കമാൻഡിംഗ് ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന സ്പോട്ടിൽ ഇടണം എന്നുള്ളത്. ആ സ്പോട്ടിലാണ് അവർ ഡിപ്ലോയ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കുകൾ നടക്കുന്നത്. അല്ലാതെ ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് തോന്നുന്ന സ്ഥലത്ത് പോയി ഇടുന്നതല്ല. ഇസ്രായേൽ ഗോലാൻ ഹൈറ്റ്സ് കഴിഞ്ഞു പോയിട്ട് കുറച്ച് സ്ഥലം കൂടെ കയറി പിടിച്ചിട്ടുണ്ട്. അതായത് ഏതാണ്ട് ഡമാസ്കസിന്റെ ഒരു 19 കിലോമീറ്റർ അടുത്ത് വരെയുള്ള സ്ഥലം ഈ ഗോലാൻ ഹൈറ്റ്സ് ഇങ്ങനെ നീണ്ടു കിടപ്പുണ്ട്. മൗണ്ട് ഹെർമോൺ തൊട്ട് അങ്ങോട്ട് നീണ്ടു കിടക്കുന്ന സ്ഥലങ്ങൾ മൊത്തത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. അതാണ് ശരിക്കുള്ള വാസ്തവമായിട്ടുള്ള കാര്യം. പിന്നെ ഇതിൽ ഇസ്രായേൽ കുറച്ച് ഞങ്ങൾ അങ്ങനെ പിടിക്കുന്നില്ല, ഞങ്ങൾ പ്രിവെൻഷൻ ആണ് ഒരുക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ തന്നെയും ഈ ഗോലാൻ ഹൈറ്റ്സ് കഴിഞ്ഞ് ആ മൗണ്ട് ഹെർമോന്റെ അങ്ങ് നീണ്ട ഭാഗം നല്ല രീതിയിലുള്ള എക്സ്പാൻഷൻ ആയി കിടക്കുന്ന
ഡമാസ്കസിന്റെ ഭാഗത്തോട് വളഞ്ഞൊതുങ്ങി കിടക്കുന്ന ആ ഏരിയ വരെ ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അവർ ഏത് ഭാഗത്തിന് മുകളിൽ പിടിച്ചാലും ശരി തന്നെ. പക്ഷേ ഇത് ഒരു വലിയ അച്ചീവ്മെന്റ് ആണെന്ന് ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു മൗണ്ട് ഹെർമോൺ സന്ദർശിച്ചപ്പോഴത്തേക്കും അവിടുത്തെ IDF ഉദ്യോഗസ്ഥരെ നല്ല രീതിയിൽ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്പീച്ചാണ് അവിടെ കൊടുത്തത്. അതായത് സിറിയയിലെ ഒരു പുതിയ ലീഡർ ജൊലാനി HTSന്റെ ലീഡർ, പുള്ളി പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഇറാൻ ഏതാണ്ട് 40 വർഷം പിന്നോട്ട് പോയിരിക്കുകയാണെന്നുള്ളതാണ്. അതായത് ഈ ഒരു അസാദിന്റെ ഒരു ഭരണത്തിന്റെ വീഴ്ച ഇറാനെ 40 വർഷം പുറകിലോട്ട് അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഇനി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനി ഇറാൻ ഒന്ന് കരകയറി വരണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ടൈം എടുക്കും. അതായത് ഇവരൊരു ന്യൂക്ലിയർ ബോംബോ അല്ലെങ്കിൽ ഇവരൊരു ആണവായുധം ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം ആണവായുധം ഇറാന്റെ അടുത്ത് മാത്രമല്ല, ഒരുപാട് ആൾക്കാരുടെ കയ്യിലുണ്ട്. അതൊന്നും പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ ആണവായുധം എന്ന് പറയുന്നത്. അതൊക്കെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കാന്നേ ഉള്ളൂ. പാകിസ്ഥാന്റെ അടുത്തില്ലേ, ഉണ്ടെന്നാണ് പറയുന്നത്. പല രാജ്യങ്ങളിൽ ഈ സംഭവം ഉണ്ടെന്നേ, ഇത് വെച്ചിട്ടൊന്നും ചെയ്യാനില്ല. ഇനി ആണവായുധം എടുത്ത് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഇടുന്നവൻ നശിക്കും എന്നല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കാനില്ല. അതുപോലെ തന്നെ അമേരിക്ക ഒരു പ്രിസൈസ് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഡെയർ എസോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്രിസൈസ് അറ്റാക്ക് നടത്തിയത്. ഈ നടത്തിയതിൽ അബു യൂസഫ് എന്ന് പറയുന്ന ISISന്റെ ഒരു തലപ്പത്തുള്ള ഒരാളിനെയാണ് അമേരിക്ക വധിച്ചിരിക്കുന്നത്. ഇത് വളരെ കൃത്യമായിട്ടുള്ള പ്രിസൈസ് അറ്റാക്ക് ആയിരുന്നു. ഇത് ഓൾറെഡി തന്നെ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പ്ലാൻ ചെയ്ത് അയാളെ അറ്റാക്ക് ചെയ്തതാണ്. അപ്പൊ തികച്ചും അമേരിക്ക അവിടെ അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ പറഞ്ഞ പ്രസ്ഥാനം കുറച്ചുകൂടെ ശക്തി ആർജിച്ച് വരുന്നത് നിലവിലെ ഈ സിറിയൻ ഭരണകൂടത്തിന് അതൊരു ഭീഷണിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ വീണ്ടും ഒരു അട്ടിമറി സാധ്യത കാണുന്നുണ്ട്. ഈ 2 Iയും 2 Sഉം ഉള്ള ഈ ഒരു പ്രസ്ഥാനം ഇത് അങ്ങ് കൂടി വന്നു കഴിഞ്ഞാൽ, ഇത് അങ്ങ് ശക്തി ആർജിച്ച് വന്നു കഴിഞ്ഞാൽ ഈ മോഡറേറ്റ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്ന, അഥവാ അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ വിചാരിക്കുന്നെങ്കിൽ, അതായത് ഈ ഒരു HTSന്റെ പ്രസ്ഥാനം അങ്ങനെ വിചാരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനൊരു തടസ്സമായി മാറും ഈ ഒരു 2 Iയും 2 S ഉള്ള പ്രസ്ഥാനം. കാരണം ഇത് കുറച്ചുകൂടെ കടുത്ത നിലപാടുള്ള ടീമുകളാണ്. അപ്പൊ അതിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും HTS കുറച്ചുകൂടെ അതിൽ നിന്നും കുറച്ചുകൂടെ മോഡറേറ്റ് ആണ് ഈ ഒരു HTS. അപ്പൊ അത് തന്നെയാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം. എല്ലാം ഒരേ സംഭവം തന്നെയാണ്, അതിൽ ചെറിയൊരു വ്യത്യാസം. ആ ഒരു ചെറിയ വ്യത്യാസവും കൂടെ ഈ ജനങ്ങൾക്ക് ആ ഒരു സ്വാതന്ത്ര്യം കൂടെ കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അവിടെ വീണ്ടും ഒരു ക്ലാഷ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക കൃത്യമായ സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. US-ന്റെ ഡിപ്ലോമാറ്റ്സ് ഇന്ന് സിറിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഭാവിയിൽ എന്താണ് പദ്ധതി, നിങ്ങൾ ഇസ്ലാമിസ്റ്റ് ഭരണമാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്താണ് നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ, എന്ത് തരത്തിലാണ് ഈ രാജ്യത്തിന്റെ നിങ്ങൾ റൂൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ റൂൾ ഓഫ് ലോ എന്താണ്, ഈ ലാൻഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അസാദിന്റെ ഭരണത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന സിറിയയിൽ ഒരുപാട് സാങ്ഷൻസ് US അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ അസാദിന്റെ സർക്കാർ എന്തെല്ലാം ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നോ അതിൽ നിന്നും എന്ത് മാറ്റം വരുത്തിക്കൊണ്ടാണ് പുതിയ ഭരണഘടന അഥവാ പുതിയ റൂൾ ഓഫ് ലാൻഡ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഈ അസാദിന്റെ റെജീമിനും നിങ്ങൾക്കുമുള്ള മാറ്റം US-ന് പ്രത്യക്ഷത്തിൽ അതിന്റെ ഒരു വേരിയേഷൻ കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അവർ സാങ്ഷൻസ് എടുത്ത് മാറ്റൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് ഇത് പഠിച്ച് വിലയിരുത്തിയിട്ടാണ് ഈ സാങ്ഷൻസ് നീക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പെട്ടെന്ന് എടിപിടി എന്ന് പറഞ്ഞിട്ട് സാങ്ഷൻ എടുത്ത് മാറ്റാൻ പറ്റത്തില്ല എന്നാണ് US പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. IDF ഇന്ന് ഗാസയ്ക്കുള്ളിൽ ഒരു ഓപ്പറേഷൻ നടത്തി. അതിനകത്ത് 7.5 കിലോമീറ്റർ ഹമാസിന്റെ ഒരു ടണൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിനുള്ളിൽ ഒരുപാട് വെപ്പൺസും സ്റ്റോറേജ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അവർ സീസ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിൽ പലതും ഒക്ടോബർ 7 ഉപയോഗിക്കപ്പെട്ട ആ ഒരു വസ്തുക്കളായിട്ടാണ് അതിനകത്ത് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇതൊരു ഡംപ് യൂണിറ്റ് ആയിട്ടാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 7.5 കിലോമീറ്റർ ലെങ്ത് ഉണ്ട് ഈ ഒരു ടണലിന്. ഇനിയും എത്ര ടണൽ ഉണ്ടെന്ന് ആർക്കറിയാം. നെതന്യാഹുവിന്റെ കണ്ണുകൾ ഇറാനിലോട്ടാണ് നീളുന്നത്. ഹൂത്തികളെ അടിക്കും, അത് ഉറപ്പാണ്. യമന്റെ കാര്യത്തിൽ ഓൾറെഡി തീരുമാനമായിട്ടുണ്ട്. അതിൽ യാതൊരു മാറ്റവും വരാനില്ല എന്നുള്ളതാണ്. ഇത് കൃത്യമായ രീതിയിലുള്ള അറ്റാക്ക് നടക്കും യമനിൽ. യമനെ 5 or 6 കഷ്ണങ്ങളായിട്ട് ചിലപ്പം മുറിച്ചിടും. പക്ഷേ ഇതില് ഒരാൾക്ക് വേണമെങ്കിൽ കുറച്ച് സ്ഥലം വേണമെങ്കിൽ കയറി പിടിക്കാം. അതായത് ഈ ഒരു സൗദിക്ക് വേണമെങ്കിൽ യമനെ കുറച്ചുകൂടെ കയറി അങ്ങ് പിടിച്ച് അവർക്ക് കുറച്ചുകൂടെ സ്ഥലം അവരുടെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അവർക്ക് വേണമെങ്കിൽ ഏറ്റെടുക്കാം. അതിന് സൗദി അറേബ്യ തയ്യാറാവുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എന്നാലും യമന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ തന്നെ ഉണ്ടാവുന്നതാണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് ഹോസ്റ്റേജ് ഡീൽ പരാജയപ്പെട്ടിരിക്കുന്നു കേട്ടോ. അതായത് ഹോസ്റ്റേജ് ഡീൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. US-ന്റെ CIA-യുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള വില്യം ബൺസ് ആണ് അവിടെ ഈ ഒരു ചർച്ചയ്ക്ക് എത്തിയിരുന്നത്. CIA-യുടെ അമേരിക്കയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള വില്യം ബൺസ് ആണ് അവിടെ എത്തിയിരുന്നത്. പുള്ളി ഇന്ന് തിരിച്ചു പോയി. കാരണം നമ്മൾ ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും പറഞ്ഞുകൊണ്ടിരുന്നത് ഹമാസിന് സ്റ്റേബിൾ ആയിട്ടുള്ള തീരുമാനമില്ല. ഹമാസിന് ഓരോ സമയവും മാറി മറിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് സെയിം ഇഷ്യൂ തന്നെയാണ് ഖത്തറിൽ വെച്ചിട്ട് ഒരു മാസങ്ങൾക്ക് മുമ്പ് ഈ ഖത്തറിൽ നിന്ന് ഇവരെ എവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുത്ത സമയത്ത് പറഞ്ഞിരുന്നത്. അതായത് എന്താണ് പറഞ്ഞിരുന്നത്, ഈ നെതന്യാഹു ആയാലും ശരി, ഈ ഡിസ്കഷൻ എപ്പോഴും ഈ ഒരു സീസ് ഫയർ ഡിസ്കഷൻ വേണ്ടി പോകുന്ന സമയത്ത്, ഈ ഒരു ബന്ദികൾക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഹമാസിന്റെ ലീഡേഴ്സിനുള്ളിൽ തന്നെ ഒരുമിച്ചുള്ള ഒരു തീരുമാനമില്ല.
രണ്ടുപേരും ഒരു ഡിസിഷൻ പറയുമ്പോൾ അടുത്ത രണ്ടുപേർ വേറെ ഡിസിഷനാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കൃത്യമായി തീരുമാനമില്ലാത്തതുകൊണ്ടാണ് നെതന്യാഹു ഇതിനകത്ത് മടിച്ചിട്ട് ഇനിയിപ്പോ ചർച്ചയ്ക്ക് പോകുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തത്. ഇതേ വിഷയം വീണ്ടും വീണ്ടും ഈ ഒരു ഗെയിം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഹമാസിന് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഡീല് നീണ്ടു പോകുന്നത്. അതുപോലെ തന്നെ അവർ ഇന്നലെ പറഞ്ഞ കണ്ടീഷൻ ഇല്ലേ, അതായത് ഈ റഫ ബോർഡർ തുറന്നു കൊടുക്കണം, ഇതൊന്നും ഇസ്രായേൽ അംഗീകരിക്കത്തില്ല. IDF പിന്നെ അവിടെ നിന്ന് IDF അവരുടെ സോൾജേഴ്സിനെയും ടീമിനെയും അവിടെ നിന്ന് പിൻവലിക്കണം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം ഇസ്രായേൽ ഓൾറെഡി തന്നെ അവിടെ ഗാസയ്ക്കുള്ളിൽ പല സെറ്റിൽമെന്റുകൾ അവിടെ ഈ ഒരു വീടുകളൊക്കെ പണിത് കഴിഞ്ഞു. IDFന്റെ സോൾജേഴ്സിനെയാണ് പ്രാഥമികമായിട്ട് അവിടെ കുടിയിരുത്താൻ പോകുന്നത്. ഇത് ഏതാണ്ട് 600 എന്നാണ് വെളിയിൽ കണക്ക് വരുന്നതെങ്കിലും ഏതാണ്ട് 1200 മുകളിൽ ഈ ഒരു വീടുകളുടെ എണ്ണം വരുമെന്നാണ് പറയുന്നത്. ഏതാണ്ട് 1200 വീടുകളിൽ മുകളിൽ ഇവർ ആ ബോർഡർ, ഈ ഗാസയുടെ ബോർഡർ, ഇസ്രായേൽ ഗാസ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു ഗാസ സ്ട്രിപ്പില്ലേ, അതിന്റെ ബോർഡർ ലൈനുകളിലെല്ലാം വെച്ചിരിക്കുന്നത് ഈ വക വീടുകളാണ്. ഒരു 1200-ലേറെ വീടുകൾ അതിനകത്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒഫീഷ്യലി ഒരു 600 വീടെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഇസ്രായേലിന്റെ സെറ്റിൽമെന്റ് പ്രോഗ്രാം നമുക്കറിയാമല്ലോ, അവർക്ക് പ്രത്യേകിച്ച് സെറ്റിൽമെന്റ് പ്രോഗ്രാം തന്നെ ഉണ്ട്. അതിനൊരു സെപ്പറേറ്റ് മിനിസ്റ്റർ ഉണ്ട്, അതിനെ മാനേജ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഈ സെറ്റിൽമെന്റ് എന്ന് പറയുന്നതിന് അവരുടെ ഏറ്റവും വലിയൊരു മിനിസ്ട്രിയാണ്. ആകുമ്പോഴത്തേക്കും ഗാസയിൽ ഓൾറെഡി ആ ബോർഡർ ഏരിയ മൊത്തം പുതിയ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ IDF സോൾജേഴ്സിനെ പ്രാഥമികമായിട്ട് അവിടെ കുടിയിരുത്തും. അതാണ് നടക്കാൻ പോകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഈ ഹമാസ് വന്നിട്ട് നിങ്ങൾ ഗാസ വിട്ടു പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. IDF, അതായത് ഇപ്പം വേറെ ഏതെങ്കിലും ഒരു രാജ്യമായിക്കോട്ടെ, ഞാൻ ഉറപ്പിച്ച് പറയാം, ഇത്രയും ബന്ദികളെ പിടിച്ചുകൊണ്ട് പോയ സ്ഥിതിക്ക് ഒരിക്കലും ഒരു അറ്റാക്കിന് പോലും മുതിരത്തില്ല. അവർ കൃത്യമായി ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കും, എങ്ങനെയെങ്കിലും സംസാരിച്ച് ഈ ഒരു ബന്ദി അങ്ങ് മേടിച്ചു കളയാന്ന് പറഞ്ഞിട്ട്. പക്ഷേ നീ ബന്ദികളെ പിടിച്ചുകൊണ്ട് പോയാൽ അപ്പൊ തന്നെ ഇസ്രായേൽ അതിനെ ക്ലോസ് ചെയ്ത്, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ ബന്ദിയെ തരാതിരിക്കൂ, അതുവരെ ഞങ്ങൾ അടിക്കും എന്നുള്ള രീതിയിൽ അറ്റാക്ക് തുടങ്ങിയതാണ് ഇസ്രായേൽ. അത്രയും ബ്രേവ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത്രയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തിന്റെ ആർമി ഒരിക്കലും ഈ ഒരു 100 പേരെ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവർ തളരാൻ പോകുന്നില്ല. അവരെയും കൂടെ ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട്, അഥവാ നിങ്ങൾ യുദ്ധത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെ വധിച്ചാൽ എന്ത് ചെയ്യും? ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ അവരെ കൊന്നിരുന്നെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഈ ബന്ദികളുടെ ഈ ചർച്ച പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ അവിടെ 4 ദിവസത്തിന് മുമ്പ് മറ്റേ മിഷാൽ എന്ന് പറഞ്ഞ അവന്റെ ബ്രദറിൽ, ഈ ഹമാസിന്റെ ലീഡറായിട്ടുള്ള മിഷാലിന്റെ ബ്രദറെ ആണല്ലോ അവിടെ റിലീസ് ചെയ്തിരുന്നത്. അവൻ ഈ വണ്ടിക്കകത്തിരുന്ന് റിലീസായി പോകുന്നതിന്റെ ആ ഒരു വീഡിയോയാണ് പുറത്ത് പ്രചരിപ്പിച്ചതും റിലീസായി എന്ന് പറഞ്ഞത്. അയാൾ തന്നെ ഡിക്ലെയർ ചെയ്തത് റിലീസായി എന്ന് പറഞ്ഞിട്ട്. അപ്പം അയാളെ വീണ്ടും പിടിച്ച് അകത്തിട്ടിരിക്കുകയാണ് കേട്ടോ. ആ വാർത്തയും കൂടെ പറഞ്ഞില്ല എന്ന് വേണ്ട. അയാളെ വീണ്ടും അമേരിക്ക പിടിച്ച് വേറൊരു ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പഴയ ജയിലിലല്ല, പുതിയൊരു ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സന്തോഷം അവിടെ തീർന്നു കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഡീൽ ഉറപ്പിച്ചിട്ട് മതി ഇനി ബാക്കിയുള്ള റിലീസും ബാക്കി ഇമാതിരിയുള്ള ഈ കളികൾ, ഈ ചതുരംഗ കളിയൊക്കെ പിന്നീട് കളിക്കാന്ന് പറഞ്ഞിട്ട് അമേരിക്ക വീണ്ടും അയാളെ പിടിച്ച് അകത്തിട്ടിരിക്കുകയാണ്. സ്വീഡൻ, അതായത് നെതർലാൻഡിന് ശേഷം ഡച്ച് ഗവൺമെന്റ് UNRWAക്ക് ഫണ്ട് കൊടുക്കുന്നത് 25% വെട്ടിക്കുറച്ചപ്പോഴത്തേക്കും സ്വീഡൻ അതിൽ നിന്നും ഒരു പടി മുകളിൽ പോയിട്ട് UNRWAക്ക് ഇനി ഫണ്ട് ഇല്ല എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതായത് UNRWAക്ക് ഇനി ഒരു രീതിയിലുള്ള ഫണ്ടിങ്ങും ചെയ്യുന്നില്ല, ഒരു സഹായവും ധനസഹായം ചെയ്യാൻ പോകുന്നില്ല. ആർക്കാണ്? UNRWAക്ക്. കാരണം അത്രമാത്രം അലിഗേഷൻസ് അല്ല, പ്രൂവ്ഡ് ആണ്. അതായത് തെളിവുകൾ സഹിതമാണ് ഇസ്രായേൽ തൊണ്ടി മുതൽ സഹിതം എടുത്ത് പുറത്തിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി UNRWAക്ക് ചില്ലി കാശ് കൊടുക്കില്ല സ്വീഡൻ. വളരെ കൃത്യമായിട്ടുള്ള തീരുമാനമാണ്. ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ഈ ഒരു ചർച്ച പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇന്ന് രാത്രി മുതൽ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ഇറങ്ങി അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സെൻട്രൽ ഗാസയിൽ ഓൾറെഡി തന്നെ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്ഥലങ്ങളൊക്കെ ടാർഗറ്റ് ലിസ്റ്റിൽ ചെയ്തു വെച്ചിരിക്കുകയാണ്. കൃത്യമായ അറ്റാക്കുകൾ അവിടെ തുടങ്ങും. അപ്പൊ ഇതുപോലെ 1-2 ആയിരിക്കില്ല, ഇനി നല്ല രീതിയിലുള്ള കാഷ്വാലിറ്റീസ് അവിടെ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഓടാനുള്ളവനൊക്കെ ഇറങ്ങി ഓടുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഈ ദേവന്മാർ എത്ര പറഞ്ഞാലും കേൾക്കില്ല, അവിടെ ഇരുന്ന് കാഷ്വാലിറ്റി മേടിച്ച് കൂട്ടാൻ വേണ്ടി ഇരിക്കുകയാണ് ഉമ്മ. പിന്നെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നാളെ കുവൈറ്റ് സന്ദർശിക്കുകയാണ്. പ്രൈം മിനിസ്റ്റർ മോദി കുവൈറ്റ് 43 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കുവൈറ്റ് സന്ദർശിക്കുകയാണ്. 43 വർഷത്തിന് ശേഷം കുവൈറ്റ് അമീറിന്റെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഡയസ്പോറയെ അഡ്രസ് ചെയ്യും. അത് എവിടെ പോയാലും ഉള്ള കാര്യമാണ്. ഇന്ത്യൻ ഡയസ്പോറയെ മസ്റ്റ് ആയിട്ടും അഡ്രസ് ചെയ്യുന്നത്. അവിടെ കുറച്ച് കമ്മ്യൂണിറ്റി ഈവന്റ്സ് നടക്കുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റി ഈവന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പിന്നെ പ്രധാനമായിട്ട് ലേബർ ക്യാമ്പ് സന്ദർശിക്കും എന്നാണ് പറയുന്നത്. അത് ലേബർ ക്യാമ്പ്, തൊഴിലാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന ലേബർ ക്യാമ്പ് സന്ദർശിക്കും. അതുപോലെ വെൽഫെയർ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെയും കൂടെ സന്ദർശിക്കും. അവിടെ കുറെ ആൾക്കാർ വെൽഫെയർ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പൊ അവരെ കൃത്യമായിട്ട് മീറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൂടാതെ ചെയ്യാൻ പോകുന്നത് 26ാമത് ഏഷ്യൻ ഗൾഫ് കപ്പ്, ആ ഒരു ഫുട്ബോൾ മാച്ച്, ആ ഒരു ലീഗിന്റെ ഇനോഗ്രേഷൻ സെറമണിയാണ്. ആ ഇനോഗ്രേഷൻ സെറമണിയിലും പങ്കെടുക്കും. അതായത് ഈ ഒരു കുവൈറ്റ് അമീറിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് തന്നെ പങ്കെടുക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അവിടെ 2 ദിവസത്തെ ഈവന്റ് ആണ്, 21, 22. 2 ദിവസം പ്രൈം മിനിസ്റ്റർ മോദി കുവൈറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്.
അപ്പൊ നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഹൂതിയിലൂടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നെതന്യാഹു ഇറാനെ അടിക്കാനുള്ള ടാർഗറ്റ് ആണ് ചെയ്യുന്നത്. ഇറാനെ ഈ വർഷം തന്നെ, അതായത് പുതുവർഷം ജനിക്കുന്നതിന് മുമ്പ് ഇറാന് കൊടുക്കേണ്ട പണി കൊടുക്കും എന്നാണ് നെതന്യാഹു വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.